ഹലോ എവരി വൺ, വെൽക്കം ടു പ്രണീത ആദർശ് സി ട്യൂട്ടോറിയൽ. അപ്പോൾ എൻ്റെ പേര് പ്രണീത എന്നാണ്. മുന്നേ ഇറിഗേഷൻ്റെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു PWDൻ്റെ ഫെബ്രുവരി 6 നടന്ന എക്സാമിൻ്റെ ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് 10 ക്വസ്റ്റ്യൻ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതും കണ്ടിട്ട് എല്ലാവരും എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായി ഫുൾ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കായിട്ട് ഫുൾ 100 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഇത് അവസാനം വരെ കാണുക. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു ചില മിസ്റ്റേക്സ് ഒക്കെ ചിലപ്പോൾ പറ്റിയെന്നൊക്കെ വരാം. അപ്പം ഞാൻ അത് കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കും, ഞാൻ എന്താ അവിടെ മിസ്റ്റേക്ക് ചെയ്തതെന്നൊക്കെ. അപ്പം ഫുൾ വീഡിയോ കണ്ടിട്ട് അതും കൂടി ഒന്ന് നോക്കുക. അപ്പം എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കറക്റ്റായി കിട്ടും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ സീരീസും ആരംഭിച്ചിട്ടുണ്ട്. അതും കാണാത്തവരെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പം നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. For a given material, if E, N, and mu are the Young's modulus of rigidity, and Poisson's ratio respectively, then which of the following is correct? അപ്പോൾ ഇന്റെ റിലേഷൻ ആണ് സെക്കൻഡ് ബി ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. E is equal to 2n into 1 plus mu. ഇനി അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ. എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് സ്പാൻ L units is subjected to two concentrated loads of W kilonewton acting at L/4 from both ends. The shear force at the midpoint of the beam will be. അപ്പൊ ഇങ്ങനെയാണ് ഈ കാണിക്കുന്ന പോലെയാണുള്ളത്. W എന്ന് പറഞ്ഞിട്ട് L/4 ഡിസ്റ്റൻസിൽ രണ്ട് ലോഡ് ഉണ്ടാവും. അപ്പൊ അതിന് നമ്മൾ റിയാക്ഷൻസ് കണ്ടുപിടിച്ചാൽ W തന്നെയായിരിക്കും റിയാക്ഷൻസ് വരിക. അപ്പൊ നമ്മൾക്ക് ഇതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇവിടെ ഇങ്ങനെ പോസിറ്റീവും ഇവിടെ ഇങ്ങനെ നെഗറ്റീവും ആയിട്ട്. W ആദ്യം മുകളിലോട്ട് പോകും, പിന്നെ കോൺസ്റ്റന്റ് ആയി നിൽക്കും, പിന്നെ അത് കഴിഞ്ഞ് ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ അത് താഴോട്ടേക്ക് വരും. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വരെ ഒന്നുമില്ല, പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ഉള്ളൊരു W താഴോട്ട് കൊണ്ടുപോകുന്നുണ്ട്, അപ്പൊ ഇങ്ങനെ താഴോട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വരെ ഒന്നുമില്ല, പിന്നെ അത് കഴിഞ്ഞ് ഈ പോയിന്റ് എത്തുന്ന സമയത്ത് W അതിനെ മുകളിലോട്ട് പൊന്തിച്ചു. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരിക. അപ്പൊ സെന്ററിലെ മിഡ് പോയിന്റിൽ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ 0 ആണ്. അപ്പൊ ആൻസർ ഡി കറക്റ്റ് ആണ്. 0 ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ T section is used as simply supported beam. It is subjected to a uniformly distributed load throughout the span. The maximum bending stress will occur at. അപ്പൊ നമുക്കൊരു T സെക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ന്യൂട്രൽ ആക്സിസ് എപ്പോഴും ഉണ്ടാവുക ഒന്നെങ്കിൽ ഫ്ലാഞ്ചിന്റെ ഉള്ളിലേക്കായിട്ട് അല്ലെങ്കിൽ ഫ്ലാഞ്ചിന് കുറച്ച് താഴോട്ടായിട്ടാണ്. അപ്പം Y മാക്സിമം ഉണ്ടാവുക ഈ ബോട്ടത്തിലേക്കായിരിക്കും. ഇവിടെ മുകളിലോട്ടേക്ക് Y മിനിമം ആയിരിക്കും മുകളിലോട്ടേക്ക്. അപ്പൊ നമ്മൾക്ക് Y is equal to M/I എന്നാണ് നമ്മളുടെ ഇക്വേഷൻ, ബെൻഡിങ് ഇക്വേഷൻ. അപ്പൊ F is equal to, അതായത് ബെൻഡിങ് സ്ട്രെസ് is equal to My/I ആണ്. അപ്പൊ Y മാക്സിമം ഉണ്ടാവുക ബോട്ടം ഓഫ് ദ സെക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ F മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ഉണ്ടാവുക ബോട്ടം ഓഫ് ദ സെക്ഷനിലായിരിക്കും. അപ്പൊ C ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. A cantilever beam of span L units is subjected to a concentrated load of W kilonewton at the free end. The cross section of the beam is rectangular with breadth B units and depth D units. If the modulus of elasticity of the beam material is E, the ratio of maximum deflection to maximum bending stress is. അപ്പൊ ഇതാണ് ഒരു കാന്റിലിവർ ബീമിൽ W എന്ന് പറഞ്ഞ ഒരു പോയിന്റിലൂടെ അറ്റത്തുണ്ട്. അപ്പൊ നമുക്ക് മാക്സിമം ഡിഫ്ലക്ഷൻ ഡെൽറ്റ മാക്സ് എന്ന് പറയുന്നത് WL3/3EI ആണ്. അപ്പൊ നമുക്ക് F മാക്സ് എന്ന് പറഞ്ഞാൽ M/I into Y മാക്സ് ആണ്. അപ്പൊ M എന്ന് പറഞ്ഞാൽ മാക്സിമം മൊമെന്റ് വരുന്നത് W into ഈ ഡിസ്റ്റൻസ് ആണ്. ഇത് L ആണ്, ഈ ടോട്ടൽ ഡിസ്റ്റൻസ് L ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ടോട്ടൽ ഡിസ്റ്റൻസിനെ L ആക്കിയിട്ടാണ് എടുക്കുന്നതെങ്കിൽ WL ആണ് M ഉണ്ടാവുക. Y മാക്സ് എന്ന് പറയുന്നത് സെക്ഷൻ ഡെപ്ത് D ആണെങ്കിൽ D/2 ആണ്. കാരണം ഇതൊരു റെക്ടാങ്കുലർ സെക്ഷൻ ആണ്. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എമ്മിന് WL എന്ന് പറഞ്ഞിട്ട് പിന്നെ Y മാക്സിന് D/2 എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം നമ്മൾക്ക് ഡെൽറ്റ മാക്സ് എന്നുള്ളതിൻ്റെതും ഡെൽറ്റ മാക്സ് ബൈ F മാക്സ് എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ WL3/3EI into 2Y/WL എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ആൻസർ 2/3 L²/ED കിട്ടും. ഇനി അടുത്തത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ വാല്യൂ ഓഫ് Euler's crippling load
of a column with both ends hinged is 100 kilonewton, what will be the value of Euler's crippling load of another column made with the same material, equal cross section and length, but with both ends fixed? അപ്പം ബോത്ത് എൻഡ് ഹിഞ്ച്ഡ് ആണെങ്കിൽ ഇഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് ആ ടോട്ടൽ ലെങ്ത് സ്മോൾ എൽ തന്നെ വരും. ഇനി ഫിക്സ്ഡ് ആണെങ്കിൽ ആ ഹിഞ്ച്ഡിന്റെ ഷേപ്പ് വരുന്ന പോർഷൻ, അതായത് മിഡിൽ ആയിട്ടുള്ള ഈ L/2 പോർഷൻ, ടോട്ടൽ ലെങ്ത് സ്മോൾ എൽ ആണെങ്കിൽ നടുവിലുള്ള L/2 പോർഷന് മാത്രമാണ് ഹിഞ്ച്ഡിന്റെ ഷേപ്പ് വരിക. അതാണ് അതിന്റെ ഇഫക്റ്റീവ് ലെങ്ത് ആയിട്ട് വരിക. അപ്പം പൈ സ്ക്വയർ EI ബൈ LE സ്ക്വയർ, അതായത് LE എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ലെങ്ത്, അതിന്റെ സ്ക്വയർ ആണ് നമ്മുടെ ക്രിപ്ലിംഗ് ലോഡിന്റെ ഫോർമുല. അപ്പം PCR എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ അപ്പം LE എന്ന് പറയുന്നത് ഈ ഫിക്സ്ഡിന്റെ കേസിൽ L/2 ഹോൾ സ്ക്വയർ വരും. അപ്പം 4 ഇൻറ്റു പൈ സ്ക്വയർ EI ബൈ എൽ സ്ക്വയർ വരും. അപ്പം പൈ സ്ക്വയർ EI ബൈ എൽ സ്ക്വയർ എന്ന് പറയുന്നത് ഹിഞ്ച്ഡിന്റെ കേസിലുള്ളതാണ്, അത് 100 ആണ്. അപ്പൊ 4 ടൈംസ് ഓഫ് 100 വരുമ്പോൾ 400 ആൻസർ വരും. അപ്പൊ ബി ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത 6th ക്വസ്റ്റ്യൻ. For a perfect truss having M members and G joints, which of the following relationship is correct? അപ്പം M is equal to 2G minus 3A ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത്, for a parabolic three-hinged arch subjected to a uniformly distributed load of intensity W kilonewton per unit horizontal length, the span of the arch is L units and central height is h/2 units. The horizontal thrust H of the arch is. അപ്പൊ ഈ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് H ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയാണ് സ്പാൻ ഉള്ളത്. W എന്ന് പറഞ്ഞ മുകളിൽ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്, h/2 ആണ് ഇതിന്റെ റൈസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മൾ സപ്പോർട്ട് റിയാക്ഷൻസ് നോക്കുമ്പോൾ WL/2 WL/2 എന്ന് വരും. കാരണം ടോട്ടൽ സ്മോൾ എൽ ആണ് ടോട്ടൽ ലെങ്ത് എങ്കിൽ WL/2 WL/2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് റിയാക്ഷൻസ് കിട്ടും. ഇനി ഹൊറിസോണ്ടൽ ത്രസ്റ്റ് H ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇത് സിമെട്രിക് ആയതുകൊണ്ട് തന്നെ ഇതിനെ നടുവിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ H എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും, പിന്നെ WL/2 എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടാവും, എന്നിട്ട് മുകളിൽ W ലോഡ് ഉണ്ടാവും, h/2 സെൻട്രൽ ഹൈറ്റ് ഉണ്ടാവും. ഇവിടെ സ്മോൾ എൽ എടുക്കുക, സ്മോൾ L/2 നടുവിൽ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പൊ നമ്മൾ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ, ഇപ്പൊ നമ്മൾ ടോട്ടൽ മൊമെന്റ് അബൌട്ട് ഈ പോയിന്റ് ഇസ് ഈക്വൽ ടു, ഇതിപ്പം ബി പോയിന്റ് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ മൊമെന്റ് അബൌട്ട് ബി ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് എടുത്തിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ H ഇൻറ്റു h/2 പ്ലസ് ഈ ലോഡ് കാരണം ഉണ്ടാവുന്നത്, ഇപ്പൊ നമ്മൾ എടുക്കുന്നത് ആന്റി ക്ലോക്ക് വൈസ് പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പം H ഇൻറ്റു h/2 പ്ലസ് W L/2 ഇൻറ്റു L/4, അതായത് W ആക്ട് ചെയ്യുന്നത് L/2 ഡിസ്റ്റൻസിലാണ്, അതിന്റെ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് L/4 ആണ്, ഇസ് ഈക്വൽ ടു ഈ ഒരു റിയാക്ഷൻ കാരണമുള്ള WL/2 ഇൻറ്റു L/2 വരും. അപ്പൊ നമുക്ക് ആൻസർ H ഇസ് ഈക്വൽ ടു WL² ബൈ 4H കിട്ടും. A ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. The eighth question, when a uniformly distributed load shorter than the span is traversing a simply supported beam at any point in the beam, the maximum value of bending moment will occur when the load is. അപ്പോൾ ലോഡ് ഇങ്ങനെ സിംപ്ലി സപ്പോർട്ടഡ് ബീം ലോഡ് ട്രാവേഴ്സ് ചെയ്യാണ്. അപ്പം ട്രാവേഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ലോഡിനെ സ്പാനിന്റെ അതേ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമ്പം ആ ഒരു പോയിന്റിലൂടെ അത് കടന്നു പോകുമ്പോൾ സ്പാനിന്റെ അതേ റേഷ്യോയിൽ ഈ ലോഡിനെ ഡിവൈഡ് ചെയ്യും. ആ ഒരു പോയിന്റിലാണ് നമ്മൾക്ക് മാക്സിമം വാല്യൂ ഓഫ് ബെൻഡിങ് മൊമെന്റ് കിട്ടുക. അതായത് when the point divides a load in the same ratio as it divides a span. B ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത 9th question, if the moment M applied at the hinged end of the prismatic propped cantilever beam, then the moment at the fixed end of the beam will be. അപ്പം കാന്റിലിവർ, പ്രോപ്ഡ് കാന്റിലിവർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. എം എന്ന് പറഞ്ഞൊരു മൊമെന്റ് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷൻ, ഞാനിപ്പോൾ ക്ലോക്ക് വൈസ് ആയിട്ട് എം എടുക്കുകയാണെങ്കിൽ ആ ക്ലോക്ക് വൈസിന്റെ പകുതി അതേ ഡയറക്ഷനിൽ ഫിക്സ്ഡ് സ്ഥലത്ത് ജനറേറ്റ് ചെയ്യും. അപ്പം അത് ആൻസർ M/2 സെയിം ഡയറക്ഷൻ ആണ് നോക്കണം, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ബി ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് 10th question, the relationship between distribution factor used in moment distribution method and rotation factor Rg used in Canny's method is Rg is equal to minus dg/2. A ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത 11th question, the ratio of radiation reflected back by a surface to the radiation received by it is called. C albedo ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത question 12th one, a pipe 0.15 meter dia taking off from a reservoir suddenly expands to 0.3 meter at the end of 16 meter and continues for another 15 meter.
If the head above the inlet of the pipe is 4.88 meter, the actual velocity at the exit, taking into consideration all the losses, is, assume F is equal to 0.04 for the complete pipeline. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. വലിയ ലോങ് സ്റ്റെപ്പാണ് ഇതിനുള്ളത്, പിന്നെ കുറച്ച് കൺഫ്യൂസിങ്ങും ആണ്. അപ്പം എന്താ നോക്കാം. അപ്പം ഇങ്ങനെയാണുള്ളത്. ഒരു റിസർവയർ ഉണ്ട്, അതിങ്ങനെയാണുള്ളത്. അത് കഴിഞ്ഞിട്ടൊരു പൈപ്പ് ഉണ്ട്. ആ പൈപ്പ് എക്സ്പാൻഡ് ചെയ്തിട്ട് വേറൊരു ഒരു ഹയർ ഡയുള്ള സെക്ഷനിലേക്ക് പോവുകയാണ്. അപ്പം ആ ഒരു 0.15 ഡയ ആണ് 16 മീറ്റർ വരെ. അത് കഴിഞ്ഞിട്ട് 0.3 മീറ്റർ ആണ് 15 മീറ്റർ വരെ അതിന്റെ ഡയമീറ്റർ. പിന്നെ എക്സിറ്റിൽ എന്താണ് കണ്ടീഷൻ ഇവിടെ തന്നിട്ടില്ല. അപ്പൊ നമുക്ക് റിസർവയറിന്റെ ഹൈറ്റ് സെൻട്രൽ ലൈൻ, ഇവിടുന്ന് സെൻട്രൽ ലൈൻ എടുക്കുകയാണെങ്കിൽ ഹൈറ്റ് സെൻട്രൽ ലൈനിൽ നിന്ന് 4.88 മീറ്റർ ആണ്. അപ്പം ഇതിൽ തന്നേക്കുന്ന വെച്ചാൽ ഞാൻ ഡയറക്റ്റ്ലി ചെയ്ത് നോക്കിയാലും എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചാൽ ഈ ഒരു ഫോർമുല ഉണ്ടല്ലോ, ഫ്രിക്ഷൻ ലോസസിന് നമ്മൾ 4FL V²/2GD എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എഫ് എന്ന് പറയുന്നത് നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. 4F എന്ന് പറയുന്നത് ഫ്രിക്ഷൻ ഫാക്ടർ ആണ്. അപ്പം എഫ് പൊതുവേ വളരെ ചെറിയൊരു വാല്യൂ ആയിട്ടാണ് ഉണ്ടാവാറ്. അപ്പം കമ്പാരിറ്റീവ്ലി F 0.04 എന്ന് പറയുന്നത് കുറച്ചൊരു ഹയർ 4Fന്റെ ഒരു വാല്യൂ ആയിട്ടാണ് തോന്നുന്നത്. ഞാനത് എഫിന്റെ മാത്രം വാല്യൂ ആക്കിയിട്ട് ഇട്ട് നോക്കിയേരം 4 × 0.04 ചെയ്തേരം എനിക്ക് ആൻസർ കിട്ടുന്നുണ്ടായില്ല. അപ്പം ഞാൻ 4Fന് ഈ ഒരു വാല്യൂ ഇട്ട് നോക്കി, 0.04 എന്ന് പറയുന്നത് വാല്യൂ ഇട്ട് നോക്കിയാലാണ് എനിക്ക് കറക്റ്റ് ആൻസർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവര് എടുത്തേക്കുന്നത് 4F, അതായത് ഫ്രിക്ഷൻ ഫാക്ടർ ആണ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നതെന്ന്. ആ ഒരു കൺഫ്യൂഷൻ ഇവിടെ ഉണ്ട്. ഇവർ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇങ്ങനെ എനിക്ക് കിട്ടിയമാതിരി തന്നെയാണോ കിട്ടിയത് എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ആദ്യം 1 പോയിന്റ് ഇവിടെ മുകളിൽ എടുത്തിട്ടുണ്ട്, 2 പോയിന്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബെർണോളീസ് ഇക്വേഷൻ പ്രകാരം P/ρg + V²/2g + Z is equal to constant ആണ്. അപ്പൊ ഇവിടെ 1ല് P1 V1 Z1 അങ്ങനെ പറഞ്ഞ് എടുക്കുകയാണ്. ഈ പോയിന്റ് 2ല് P2 V2 Z2 എന്ന് പറഞ്ഞ് എടുക്കുകയാണെങ്കിൽ P1/ρg + V1²/2g + Z1 is equal to P2/ρg + V2²/2g + Z2 + losses. പോകുന്ന വഴിക്ക് ലോസസ് ഉണ്ടാവില്ല, ആ ലോസസും വരും. അപ്പൊ ലോസസ് എന്തൊക്കെയാ വരിക? ഈ ഒരു എൻട്രൻസിൽ കുറച്ച് ലോസ് വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സെക്ഷനായി മാറ്റുമ്പോൾ ഉള്ള ഒരു എക്സ്പാൻഷൻ കാരണം, സഡൻ എക്സ്പാൻഷൻ കാരണമുള്ള ലോസ് വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രിക്ഷൻ ലോസ്, ഈ രണ്ട് പൈപ്പ് സെക്ഷനിലും ഫ്രിക്ഷൻ ലോസ് വരും. പിന്നെ അത് കൂടാതെ തന്നെ എക്സിറ്റിൽ ഒരു ലോസ് വരും. പക്ഷെ എക്സിറ്റിലെ കണ്ടീഷൻ നമുക്ക് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ആ ലോസ് ഇവിടെ കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് അത്ര ലോസുകളാണ്. എൻട്രൻസിന്റെ HE എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കുകയാണ്. എക്സ്പാൻഷന്റെ ലോസിന് HEX എന്ന് പറഞ്ഞ് എടുക്കുകയാണ്. ഫ്രിക്ഷൻ ലോസിന് ഫസ്റ്റ് പൈപ്പ് സെക്ഷനിൽ ഞാൻ HF1 എന്നും രണ്ടാമത്തെ പൈപ്പ് സെക്ഷനിൽ ഞാൻ HF2 എന്നും പറഞ്ഞിട്ട് എടുക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ 1 പോയിന്റിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് Z1 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ 4.88 മാത്രമേ ഉണ്ടാകും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെയാണല്ലോ നമ്മുടെ ഒരു സെൻട്രൽ ലൈൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത്, ഇവിടെയാണ്. അപ്പൊ 4.88 മാത്രമാണ് ഉണ്ടാവുക. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ P2/ρg എന്ന് പറയുന്നത് 0 ആയിരിക്കും. പിന്നെ V2²/2g ഇവിടെ ഒരു വെലോസിറ്റി ഉണ്ടാവും. അപ്പൊ V2²/2g + Z2 എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ ഡാറ്റ ആയിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് നമുക്കത് Z2 0 ആയിരിക്കും. പിന്നെ ലോസസ് 4 ലോസസ് ഉണ്ടാവും. അപ്പൊ നമ്മൾക്ക് ലോസസ് എന്തൊക്കെയാണെന്ന് വാല്യൂ നോക്കണം. അതിന് മുന്നേ V2ഉം V1ഉം തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം. അപ്പൊ കണ്ടിന്യൂറ്റി ഇക്വേഷൻ പ്രകാരം ഇവിടെ ഈ ഒരു എൻട്രൻസിൽ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടാവുക വെലോസിറ്റി വരുന്നത് V1 ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വെലോസിറ്റി ഇങ്ങോട്ടേക്ക് പോകും തോറും ഈ ഒരു വേറെ സെക്ഷൻ മാറുമ്പോൾ V2 ആവും. അപ്പൊ ഇവിടെയുള്ള ഏരിയ നമ്മൾ A1 എടുക്കുകയാണ്. ഇവിടുത്തെ ഏരിയ, അപ്പം ഇവിടുത്തെ ഏരിയ നമ്മൾ A1 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടുത്തെ ഏരിയ A1 എടുക്കുകയാണ്, ഇവിടുത്തെ ഏരിയ A2 എടുക്കുകയാണെങ്കിൽ A1 V1 is equal to A2 V2 എന്നായിരിക്കും കണ്ടിന്യൂറ്റി ഇക്വേഷൻ പ്രകാരം. അപ്പൊ നമ്മൾക്ക് റിലേഷൻഷിപ്പ് കിട്ടും. A1 നമുക്കറിയാം π/4 d² ആണ്. അപ്പൊ D എന്ന് പറയുന്നത് ഇവിടെ 0.15² ആണ് ഏരിയയിലേക്ക് വരുമ്പം. പിന്നെ A2 വരുമ്പോൾ π/4 d² എന്ന് പറയുന്നത് ഇവിടെ D എന്ന് പറയുന്നത് 0.3 ആണ്. അപ്പൊ നമുക്ക് ഞാൻ വെറും ആ ഒരു ഡിന്റെ റിലേഷൻ മാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് 0.15² V1 is equal to 0.3² V2 എന്ന് വരും. അപ്പൊ V1 is equal to 4V2 എന്ന് വരും.
അപ്പം നമ്മൾക്ക് എച്ചിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻട്രൻസിലുള്ള ലോസ് എന്ന് പറയുന്നത് 0.5 V1 square/2G ആണ്. അപ്പം V1നെ V2ൻ്റെ രീതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ 4V2 square അങ്ങനെ വരുമ്പോൾ 8V2 square/2G ആൻസർ വരും. ഇനി എക്സ്പാൻഷൻ കാരണം V1 - V2 whole square/2G ആണ് നമുക്ക് വരിക. അപ്പോൾ V1 4V2 ആയതുകൊണ്ട് തന്നെ 4V2 - V2 അതായത് 3V2 whole square/2G വരും. അതിൻ്റെ ആൻസർ 9V2 square/2G ആണ്. ഇനി അടുത്തത് ഫ്രിക്ഷൻ ലോസ് ഫസ്റ്റ് പൈപ്പിലുള്ള അപ്പൊ എഫ് ഡാഷ് ആണ്, ഫ്രിക്ഷൻ ഫാക്ടർ ആയിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് അല്ലാതെ ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ എന്നെയും കൂടി ഒന്ന് അറിയിക്കണം. എനിക്ക് അങ്ങനെയാണ് ആൻസർ കിട്ടുന്നത്. എഫ് ഡാഷ് എന്ന് ഞാൻ അതിനെ റെപ്രസെന്റ് ചെയ്യാണ് L1V1 square/2GD. അപ്പം D1 എന്നാണ്. അപ്പം എഫ് എന്ന് പറയുന്നത് തന്നിട്ടുള്ളത് 0.04 ആണ് ഇൻറ്റു L1 ഫസ്റ്റ് സെക്ഷന്റെ ലെങ്ത് 16 ആണ്, അതിന്റെ ഡയമീറ്റർ 0.15 ആണ്. അപ്പം V1 V2ന്റെ ടേമിൽ എഴുതി, പിന്നെ D1 0.15 എഴുതി. അപ്പൊ ആൻസർ 68.3V2 square/2G കിട്ടി. ഇനി HF2 സെക്കൻഡ് സെക്ഷനിലെ ലെങ്ത് 15ഉം ഡയമീറ്റർ 0.3 ആണ്. അപ്പൊ നമ്മള് ലെങ്ത് 15ഉം ഡയമീറ്റർ 0.3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2V2 square/2G കിട്ടും. അപ്പം ഈ ഒരു ഇക്വേഷൻ 1 എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചേക്കുന്ന ഇക്വേഷനിൽ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം V2ന്റെ ടേമിൽ ഒരു വലിയ ഇക്വേഷൻ കിട്ടും. അപ്പം 88.3V2 square/2G ആണ് 4.88 എന്ന് കിട്ടും. അപ്പൊ V2 അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. G എന്ന് പറയുന്നത് 9.81. അപ്പൊ V2 നമുക്ക് 1.04 m/s കിട്ടും. അപ്പം ഇതിൽ ആൻസർ ആയിട്ടുള്ളത് കമ്പാരിറ്റീവ്ലി അടുത്ത് നിൽക്കുന്ന 1.07 m/s ആണ്. അപ്പൊ ഈ ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ അതാണ്. ഇനി അടുത്തത് 13th ക്വസ്റ്റ്യൻ. റിമൂവൽ ഓഫ് സോയിൽ ഫ്രം rivulets by concentrated overland flow is known as. D option gully erosion ആണ് കറക്റ്റ് ആൻസർ. The 14th question. The discharge through a triangular notch under a constant head of 0.25 meter if the angle of notch is 120 degree and CD is 0.62. അപ്പൊ അതിന്റെ ആൻസർ എങ്ങനെയാ നോക്കുക വെച്ചാൽ, ഡിസ്ചാർജ് Q ട്രയാങ്കുലർ നോച്ചിന്റെ ഇക്വേഷൻ 8/15 CD √2G tan θ/2 h⁵5/2 ആണ്. ഇതിൽ തീറ്റ എന്ന് പറയുന്നതാണ് 120 ഡിഗ്രി. അപ്പം tan θ/2 എന്ന് പറയുന്നത് tan 60 ആയിരിക്കും. H എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഹെഡ് തന്നിട്ടുണ്ട് 0.25. അപ്പൊ 0.25 ചെയ്യണം. CDന്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.62. അപ്പൊ ഇതിൽ എല്ലാ ടേംസും തന്നിട്ടുണ്ട്. G 9.81 ആണ്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ C കിട്ടും 0.079 m³/s. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുള്ളതാണ്. ഇനി അടുത്തത് 16th ക്വസ്റ്റ്യൻ. ഫോർ നാച്ചുറൽ സ്ട്രീം ചാനൽസ് ദ വാല്യൂ ഓഫ് Muskingum parameter is generally between 0 to 0.3. അതാണ് കറക്റ്റ് ആൻസർ. ഈ ഓപ്ഷൻ ആണ് കറക്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 17th. ഇത് ക്യാൻസൽ ചെയ്ത് പോയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ജസ്റ്റ് ഞാൻ ഇങ്ങനെ പറയുകയാണ്. A small lead sphere of specific gravity 11.5 has a terminal velocity 7 mm/s in a fluid of specific gravity 1.25 and dynamic viscosity 7.848 poise. അപ്പം ഇതില് എന്താ കണ്ടുപിടിക്കണേ ചോദിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ക്യാൻസൽ ചെയ്തത്. ശരിക്കും അത് ചോദിച്ചേക്കുന്നത് ഇതിന്റെ ഈ ഡി ടേം ആണ്, അതായത് ഡയമീറ്റർ ഓഫ് സ്പിയർ, ഈ ലെഡ് സ്പിയറിന്റെ ഡയമീറ്റർ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇതിൽ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇക്വേഷൻ ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നതിന്റെ തൊട്ട് മുന്നേ ഞാൻ എടുത്ത പോർഷൻ എന്നാണ് ഇത് ചോദ്യം ചോദിച്ചേക്കുന്നത്. അപ്പം അതിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത് സ്റ്റോക്സ് ലോ പ്രകാരം ρg(d²/80 μ/g−1) ആണ്. അപ്പം ഇതിലുള്ള G ആണ് ഇവിടെ കൺഫ്യൂസിങ്. അപ്പൊ ലെഡ് സ്പിയർ മെറ്റീരിയൽ ഓഫ് ദ സ്പിയറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് ഇവിടെ G ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ 11.5 ആണ്. ഫ്ലൂയിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അല്ല എടുക്കേണ്ടത്. അതാണ് ഇവിടെ വ്യത്യാസം. അപ്പം നമ്മൾ 11.5 - 1 10.5 ഇവിടെ എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. അപ്പം പിന്നെ അതേമാതിരി 7.848 പോയിസ് ആണ്. അപ്പൊ SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.7848 വരും. അപ്പൊ ആ ഒരു രണ്ട് വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ 7 mm/s എന്ന് പറയുന്നത് m/s-ലാവുമ്പോൾ 7 × 10⁻³ അപ്പൊ ഇത്രയും കാര്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിന്റെ ആൻസർ കിട്ടും. 1 mm ആയിട്ട് കിട്ടും. മീറ്ററിൽ കിട്ടും, ഇത് കൺവേർട്ട് ചെയ്താൽ 1 mm ആയിട്ട് കിട്ടും. അപ്പം ഈ ഒരു കാര്യം ഓർത്ത് വെക്കണം. അപ്പൊ കഴിഞ്ഞ ജിയോ ടെക്നിക്കലിന്റെ 3rd ചാപ്റ്റർ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. ഇതിൽ 2 ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് ഞാൻ. ഓക്കെ.
18th question. The volume of water stored between normal reservoir level and maximum reservoir level is. അപ്പം നോർമൽ ലെവലിൽ നിന്ന് മുകളിലായിട്ട് മാക്സിമം എത്തുന്ന വരെയുള്ള ആ വോള്യം. അപ്പം എന്താ അത് സർചാർജ് ആയിരിക്കും. അപ്പം സർചാർജ് സ്റ്റോറേജ് ഈ ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് 19th question. A single acting reciprocating pump has a plunger diameter 0.3 meter and stroke length 0.4 meter. If the speed of the pump is 60 rpm and CD is 0.97, actual discharge of the pump is. അപ്പോൾ ഡിസ്ചാർജിന്റെ ഫോർമുല LAN/60 ആണ്. L എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട് സ്ട്രോങ് ലെങ്ത് 0.4 മീറ്റർ. A എന്ന് പറയുന്നത് ഏരിയ ആണ് π/4d². അതിന്റെ പ്ലഞ്ചർ ഡയ തന്നിട്ടുണ്ട് 0.3, അപ്പൊ 0.3 സ്ക്വയർ ആണ്. N എന്ന് പറയുന്നത് ഇതിന്റെ RPM അത് തന്നിട്ടുണ്ട് ഇവിടെ 60 RPM. 60 ഡിവൈഡഡ് ബൈ ഇവിടെയുള്ള 60, അപ്പൊ ചെയ്യുമ്പോൾ നമുക്ക് 0.028 കിട്ടും. അപ്പം Q ആക്ച്വൽ എന്ന് പറയുന്നത് CD ഇൻറ്റു Q തിയററ്റിക്കൽ ആണ്. അപ്പം CD 0.97 ആണ്. അപ്പൊ 0.97 ഇൻറ്റു 0.028 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 0.02743 കിട്ടും. ഇത് യൂണിറ്റ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലാണ്. അതിനെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 10⁻³ ചെയ്യുമ്പോൾ ബി ഓപ്ഷൻ കറക്റ്റ് ആൻസർ കിട്ടും. 27.43 ലിറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഇനി അടുത്ത 20th question. The rating curve of a stream gauging station gives the variation of discharge. B ആണ് ഓപ്ഷൻ. The stage ആണ് correct answer. ഇനി അടുത്തത് the length of a line measured by a 30-meter chain was found to be 504.4 meter. It was afterward found that the chain was 0.05 meter too long. Then the true length of the line is. അപ്പോൾ ഇതിൽ എന്താ ഒരു ക്വസ്റ്റ്യൻ, ഒരു ഡൗട്ട് വരാനുള്ള എന്താന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ട്രൂ ലെങ്ത് എല്ലാം ട്രൂ ആയിട്ടുള്ളതൊക്കെ ഒരു സൈഡിൽ, ഫോൾസ് ആയിട്ടുള്ളതൊക്കെ ഒരു സൈഡിൽ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ട്രൂ ലെങ്ത് ഓഫ് ലൈൻ into true length of chain is equal to measured length of chain into measured length of line. അങ്ങനെയാണ്. അപ്പൊ ഞാനത് ഒന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് എടുത്തപ്പോൾ ട്രൂ ലെങ്ത് ഓഫ് ലൈൻ നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം is equal to measured length of chain by true length of chain into measured length of line. അപ്പൊ TL എന്ന് പറയുന്നത് ML എന്ന് പറയുന്നത് മെഷേർഡ് ലെങ്ത്തും TL എന്ന് പറയുന്നത് ട്രൂ ലെങ്ത്തും ആണ്. അപ്പൊ ഇതിൽ ഒരു ചെയിന് 30 മീറ്റർ ചെയിൻ ഉണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് മെഷർ ചെയ്തിട്ട് 504.4 ആണ് കിട്ടിയത്. പക്ഷെ അത് ടു ലോങ് ആയിരുന്നു, 0.05 മീറ്റർ ടു ലോങ് ആയിരുന്നു. അപ്പൊ ശരിക്കും നമ്മൾ എടുക്കേണ്ട 30.05 അല്ല, അതിന് പകരം 29.95 ആണ്. കാരണം കുറച്ച് 30 മീറ്റർ എന്ന് പറയുന്നത് ടു ലോങ് ആണ്, 0.05 മീറ്റർ ടു ലോങ് ആണ്. അപ്പം അതിൽ അത്ര ഇല്ല അത്. അപ്പൊ 29.95 ആണ് ആക്ച്വലി ഉള്ള അതിന്റെ ചെയിനിന്റെ ലെങ്ത്. അപ്പം ഡിനോമിനേറ്ററിൽ 29.95 വേണം വരാൻ. അപ്പൊ ആൻസർ 505.24 മീറ്റർ ആണ് കറക്റ്റ് ആൻസർ. സി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് 22nd question. A 50-meter tape is held 2.5 meter out of line. What is the true length? അപ്പൊ ട്രൂ ലെങ്ത് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ട്രൂ ലെങ്ത് എന്ന് പറയുന്നത് ഈ സ്മോൾ എൽ ആണ്. അപ്പം ഈ എല്ലിന് പകരം ഔട്ട് ഓഫ് ലൈൻ ഡി എന്ന് പറഞ്ഞൊരു ഔട്ട് ഓഫ് ലൈൻ ആയിട്ട് ഈ ക്യാപിറ്റൽ എൽ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് സ്മോൾ എല്ലിലേക്ക് മാറ്റുമ്പോൾ ഇത് കുറയും അല്ലേ. അപ്പൊ d²/2l ആണ്, ക്യാപിറ്റൽ എൽ ആണ് കറക്ഷൻ. അപ്പം ഡി എന്ന് പറയുന്നത് 2.5 ആണ്. ഔട്ട് ഓഫ് ലൈൻ ആയിട്ട് നിൽക്കുന്നത് ഇത് വെച്ചിട്ടാണ്. ബൈ 2 ഇൻറ്റു ലെങ്ത്. ഇപ്പം നിൽക്കുന്ന ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഈ ക്യാപിറ്റൽ എൽ എന്ന് പറയുന്നത് 50 ആണ്. 50 മീറ്റർ ടേപ്പ് ആണല്ലോ. അപ്പൊ നമുക്ക് 0.0625 മീറ്റർ കിട്ടി. അപ്പൊ ട്രൂ ലെങ്ത് എന്ന് പറയുന്ന ഈ 50യിൽ നിന്ന് ഈ ഒരു വാല്യൂ കുറച്ചിട്ടുണ്ടെങ്കിലാണ് ഈ ട്രൂ ലെങ്ത് ഇത്ര ഡിസ്റ്റൻസ് കിട്ടുന്നത്. അപ്പം നമുക്ക് 49.9375 അതായത് 49.94 മീറ്റർ ആണ് കിട്ടുന്നത്. സി ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് 23rd question ആണ്. The following perpendicular offsets were taken at 10 meter intervals from a survey line to an irregular shaped boundary line. 2.52, 4.56, 6.82, 2.82, 5.89, 4.82, 8.27, 7.12 and 5.91. All measures in meters. Calculate the area. Area in meter square enclosed between the survey line and the irregular shaped boundary line by Simpson's rule. അപ്പോൾ സിംസൺസ് റൂൾ പ്രകാരം ഏരിയന്റെ ഫോർമുല d/3 എന്ന് പറയുന്നത് ഫിക്സ്ഡ് ഡിസ്റ്റൻസ് ബൈ 3 ആണ്. ഇതിൽ 10 മീറ്റർ ഇന്റർവെല്ലാണ്. അപ്പൊ 10 ആണ് d എന്ന് പറയുന്നത്. ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം പ്ലസ് 4 ടൈംസ് ഈവൻ ടേം പ്ലസ് 2 ടൈംസ് ഓഡ് ടേം ആണ്. അപ്പൊ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഇത് രണ്ടുമാണ്. അപ്പൊ അത് രണ്ടും എഴുതുക. പിന്നെ 4 ടൈംസ് ഈവൻ ടേംസ്. ഈവൻ ടേംസ് പറയുന്നത് ഇതാണ് ഈവൻ ടേംസ്. പ്ലസ് 2 ടൈംസ് ഓഡ് ടേംസ്. ഓഡ് ടേംസ് ഇപ്പൊ ബാക്കിയുള്ളത് എത്രയാണുള്ളത് അതൊക്കെ ഓഡ് ടേംസ് ആയിട്ട് വരും.
ഈ 3 ടേം. അപ്പം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം നമുക്ക് ആൻസർ കിട്ടും. 425.56 മീറ്റർ സ്ക്വയർ ആൻസർ കിട്ടും. അപ്പം ഇതിലുള്ളത് സി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത 24th ക്വസ്റ്റ്യൻ, ചൂസ് ദ ഓഡ് മാൻ ഔട്ട് ഫ്രം ദ ഫോളോയിങ്. അപ്പം 4 തന്നിട്ടുണ്ട്. ഇതിൽ 3 എന്ന് പറയുന്നത് പ്ലെയിൻ ടേബിളിന്റെ മെത്തേഡ്സ് ആണ്. റേഡിയേഷൻ മെത്തേഡ്, 2 പോയിന്റ് മെത്തേഡ്, 3 പോയിന്റ് പ്രോബ്ലം. ഇനി ഈ ഡി ഓപ്ഷൻ ഹൈറ്റ് ഓഫ് കോളിമേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ലെവലിംഗിലുള്ളതാണ്. അപ്പൊ ഡി ഓപ്ഷൻ ആണ് ഓഡ് മാൻ. അപ്പൊ ഡി ആണ് കറക്റ്റ് ആൻസർ. In 25th question, if the distance between 2 points is 20 kilometer, then the combined correction due to curvature and refraction is. അപ്പോൾ combined correction എന്ന് പറഞ്ഞാൽ 6/7 d square by 2r ആണ്. ഇത് ഞാൻ എടുത്ത പോർഷൻ ആണ്. അപ്പോൾ 6/7 into d എന്ന് പറയുന്നത് 20 കിലോമീറ്റർ ആണ്. അപ്പോൾ 20 into 10 to the power of 3 square. R എന്ന് പറയുന്നത് റേഡിയസ് ആണ്. അത് റേഡിയസ് ഓഫ് എർത്ത് 6370 കിലോമീറ്റർ ആണ്. അപ്പോൾ ഇൻറ്റു 10 to the power of 3 ആക്കി മീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 26.9 കിട്ടും. സി ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത 26th ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് പ്രോപ്പർട്ടി അറ്റ് ദ എൻഡ് ഓഫ് യൂട്ടിലിറ്റി പീരീഡ് വിത്തൗട്ട് ബീങ് ഡിസ്മാന്റിൽഡ്. അപ്പോൾ ഡിസ്മാന്റിൽ ചെയ്യാതെയുള്ള അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് സാൽവേജ് വാല്യൂ ആണ്. സി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത 27th question, if C is the original cost, S is the scrap value, N is the life of the property in years, then the annual depreciation of the property using declining balance method. B ആണ് correct answer. D is equal to 1 minus S by C raised to 1 by N. അതാണ് correct answer. ഇനി അടുത്ത 28th question, in IS code 1200 methods of measurement of building and civil engineering works part 1 deals with. A ആണ് correct answer. Earthwork ആണ്. ഇനി അടുത്തത് 29th question, a property fetches a net annual income of 900 deducting all outgoings. If the rate of interest is 5% per annum, then the capitalized value of the property is. അപ്പം net annual income divided by അതിന്റെ rate of interest ആണ്. അപ്പോൾ 900 divided by 0.05 ആണ്. 18,000. B ആണ് correct answer. വലിയ ചോദ്യമായിട്ടൊക്കെ തോന്നുന്നു. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ വേണ്ടിയിട്ട്. Question 30th. In what units are the quantities for the frames of doors and windows computed? Meter cube ലാണ്. C ആണ് correct answer. ഇനി അടുത്തത് 31st question, grade of cement refers to. അപ്പോൾ സിമെന്റിന്റെ ഗ്രേഡ് 33, 43, ഗ്രേഡ് 33, ഗ്രേഡ് 43 അതൊക്കെ പറയുന്ന ഈ ഗ്രേഡ് റെപ്രസെന്റ് ചെയ്യുന്ന അതിന്റെ കംപ്രസീവ് സ്ട്രെങ്തിനെയാണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് 32, സീസണിങ് ഓഫ് ടിമ്പർ ഇസ് ഡൺ ടു. അപ്പം സീസണിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടിമ്പറിന്റെ വെയിറ്റ് കുറയും, ഷ്രിങ്കേജ് ഒക്കെ കുറയും, പിന്നെ സ്ട്രെങ്ത്തും ഡ്യൂറബിലിറ്റിയും കൂടും. അപ്പം ഓൾ ഓഫ് ദി എബവ് ആണ് കറക്റ്റ് ആൻസർ. ഡി ആണ് കറക്റ്റ്. ഇനി 33rd question, in half turn stairs the change in direction is through. ഇത് ഇങ്ങനെയാണ് ഹാഫ് ടേൺ സ്റ്റെയർ ഉണ്ടാവുക. അപ്പം ഒരു ഡയറക്ഷൻ നേരെ തിരിയാണ്. അപ്പം 180 ഡിഗ്രിയിലാണ് അത് തിരിയുന്നത്. അപ്പം ബി ഓപ്ഷൻ 180 ഡിഗ്രിയാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത 34th question, fineness of cement is measured in units of. അപ്പം സ്പെസിഫിക് സർഫസ് ഏരിയ എന്ന് പറഞ്ഞിട്ടാണ്. സ്പെസിഫിക് സർഫസ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരിയ അതിന്റെ ഒരു സർഫസ് ഏരിയ ഡിവൈഡഡ് ബൈ മാസ്, എത്ര ഗ്രാംസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഏരിയ ബൈ മാസ് ആണ് ഫൈനസ് ഓഫ് സിമെന്റ് മെഷർ ചെയ്യുന്നത്. അപ്പം സി ആണ് കറക്റ്റ് ആൻസർ. ഇനി 35th question, for an activity in the PERT network, if the optimistic time, most likely time and pessimistic time are 5, 8 and 17 weeks respectively, then the expected time is equal to. By expected time, T is equal to optimistic TO plus 4 times most likely TM and plus pessimistic TP divided by 6 ആണ്. ഇത് ഇങ്ങനെ 1 plus 4 plus 1 by 6, അതായത് ടോട്ടൽ 6/6 വന്നാവും. അങ്ങനത്തെ രീതിയിലൊക്കെയാണ് ഞാൻ 1, 4, 1 എന്നൊക്കെ പഠിച്ചു വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് എളുപ്പമുള്ള രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാം. അപ്പം ഒപ്റ്റമിസ്റ്റിക്കും മോസ്റ്റ് ലൈക്ലിന്റെയും പെസിമിസ്റ്റിക്കിന്റെയും വാല്യൂ തന്നിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ 9 വീക്സ്. ഡി ഓപ്ഷൻ കിട്ടും. ഇനി അടുത്ത 36th question, the most popular type of contract in government department is. ഐറ്റം റേറ്റ് ആണ് കറക്റ്റ് ആൻസർ. ഓരോരോ ഐറ്റം യൂണിറ്റ് പ്രൈസ് ആയിട്ട്, യൂണിറ്റ് ഐറ്റം അങ്ങനത്തെ രീതിയിലാണ് കൊടുക്കുന്നത്. ഇന്നൊരു ഐറ്റത്തിന് ഇത്ര പ്രൈസ്, ഇത്ര ക്വാണ്ടിറ്റി അങ്ങനെ പറഞ്ഞിട്ട് ഐറ്റം റേറ്റ് ആണ്. ഈ ആണ് കറക്റ്റ് ആൻസർ. 27th question, silica fume is considered as a mineral admixture. B ആണ് correct answer. Any 38th one, the portion of a wall on which the end of an arch rests is called. Abutmentന്റെ മുകളിലാണ്. അപ്പം A ആണ് correct answer. Any 39th question, when percentage of mica present in sand is high, it mica present ആണെങ്കിൽ strength കുറയും. B ആണ് correct answer. Reduces the strength of mortar or concrete. ഇനി 40th question, crashing of a project is. crashing എന്ന് പറയുന്നത് ഡ്യൂറേഷൻ കുറയ്ക്കുകയാണ്. അപ്പം ഡി ആണ് കറക്റ്റ് ആൻസർ. റിഡക്ഷൻ ഇൻ ഡ്യൂറേഷൻ. ഇനി 41st question, which of the following test is used
is not used for determining the workability of concrete. Compaction factor ഉം flow test ഉം VB test, consistometer test ഉം ഒക്കെ workability ടെസ്റ്റുകളാണ്. ബ്ലെയിൻസ് ടെസ്റ്റ് മാത്രമാണ് അല്ലാത്തത്. ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി 42nd question, identify the statement which is not true. The process of cold working of steel is. അപ്പോൾ കോൾഡ് വർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റീലിനെ നമ്മൾ എന്താ പറയുക ഓരോരോ യൂണിറ്റിൻ്റെ ഉള്ളിൽ നമ്മളതിനെ മെക്കാനിക്കലായിട്ട് അതിന് സ്ട്രെയിൻ ചെയ്യിപ്പിച്ച് അതിൻ്റെ മോളിക്യൂൾസ് ഇപ്പം ഒരു സ്റ്റീലിൻ്റെ ഉള്ളിൽ മോളിക്യൂൾസ് ഇങ്ങനെയൊക്കെയാണെങ്കിൽ അതിൻ്റെ മുകളിൽ മെക്കാനിക്കൽ സ്ട്രെസ് കൊടുത്തിട്ട് അതിന് നമ്മൾ വർക്ക് ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ആക്കുകയാണ്. അപ്പോൾ ഈ മോളിക്യൂൾസ് ഒക്കെ നമുക്ക് അടുത്തേക്കായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് yield strength അതിൻ്റെത് കൂടും. പിന്നെ പെർസെൻറ്റേജ് ഇലോങ്ങേഷൻ കുറയും. കാരണം മോളിക്യൂൾസ് ഒക്കെ അടുത്തത് വരുന്നത് കാരണം ഇലോങ്ങേറ്റ് ചെയ്യണമെങ്കിൽ ഈ മോളിക്യൂൾസ് അകലെ നിൽക്കുന്ന മോളിക്യൂൾസ് ആണെങ്കിൽ പെട്ടെന്ന് ഇലോങ്ങേറ്റ് ചെയ്യും. അപ്പം അടുത്ത് നിൽക്കുന്നതാണെങ്കിൽ പെർസെൻറ്റേജ് ഇലോങ്ങേഷൻ കുറയും. പിന്നെ റെസിഡ്വൽ സ്ട്രെയിൻ, ഒരു റെസിഡ്വൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ മെക്കാനിക്കൽ സ്ട്രെസ് ഇതിന് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു പെർമനന്റ് ആയിട്ട് ഒരു സ്ട്രെയിൻ അതിന് വന്നിട്ടുണ്ടാവും. അപ്പം പക്ഷെ ഇതെന്ത് പറ്റും, ഇങ്ങനെ അടുത്ത മോളിക്യൂൾസ് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത് കുറയും. കാരണം ഒരു സാധനം ഡക്റ്റൈൽ ആവുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾക്ക് ഇങ്ങനെ വലിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പൊ ഇത് അടുത്തടുത്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡക്റ്റിലിറ്റി വയേഴ്സ് ആയിട്ട് അതിനെ നമുക്ക് മാറ്റാൻ പറ്റുന്ന എബിലിറ്റി കുറയും. കാരണം ഇത് ക്ലോസ് ആയിട്ട് ഒരു പാക്ട് സ്ട്രക്ചർ പോലെയാവും. അപ്പം ഇതിൽ ഏതാണ് നോട്ട് ട്രൂ എന്ന് പറയുന്നത്, ഇൻക്രീസ് ഇൻ ഡക്റ്റിലിറ്റി ആണ് നോട്ട് ട്രൂ. എ കറക്റ്റ് ആൻസർ ആണ്. ഇൻക്രീസ് ഇൻ yield സ്ട്രെങ്ത് അത് നടക്കും. കോൾഡ് വർക്കിംഗ് ചെയ്താൽ yield സ്ട്രെങ്ത് കൂടും, പെർസെൻറ്റേജ് ഇലോങ്ങേഷൻ കുറയും, പിന്നെ റെസിഡ്വൽ സ്ട്രെയിൻ ഉണ്ടാകും, പക്ഷെ ഡക്റ്റിലിറ്റി കൂടില്ല. കാരണം ഇത് ഒരുമിച്ച് വരുന്ന സമയത്ത് ക്ലോസ്ലി പാക്ഡ് ആയിട്ട് വരികയാണ് ചെയ്യുന്നത്, അടുപ്പിച്ച് മോളിക്യൂൾസ് വരുമ്പം. അപ്പം നമ്മളൊരു അതിനെ വയേഴ്സ് ആക്കി മാറ്റാൻ അല്ലെങ്കിൽ അതിനൊരു ഡക്റ്റൈൽ ബിഹേവിയർ നമുക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്, ഡിക്രീസിങ് ആണ് ആ പ്രോപ്പർട്ടി. അപ്പം ബി ആണ് കറക്റ്റ് ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ, ദ ബെസ്റ്റ് ലാറ്ററൽ ലോഡ് റെസിസ്റ്റിംഗ് സ്ട്രക്ചറൽ സിസ്റ്റം ഫോർ എ ബിൽഡിംഗ് ഓഫ് 100 stories is. അപ്പം വലിയ ഹൈറ്റുള്ള ബിൽഡിങ്ങിനൊക്കെ ഡയഗ്രഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡയഗണൽ ആയിട്ട് ബീം കൊടുക്കുന്ന സിസ്റ്റം ആണ്. അപ്പൊ അതൊരു നല്ല ലാറ്ററൽ, ഇപ്പം ഒരു കോളംസ് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ഡയഗണൽ ആയിട്ട് തന്നെ ബീംസ് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് കോളത്തിന്റെ ഇഫക്റ്റും അതിനുണ്ടാവും, ബീംസിന്റെ ഇഫക്റ്റും ഉണ്ടാവും. ഒരു വലിയ സ്പാനിലുള്ള റൂഫൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പം ബെസ്റ്റ് ലാറ്ററൽ ലോഡ് റെസിസ്റ്റിംഗ് സിസ്റ്റം ഫോർ 100 stories വലിയ ഹൈറ്റിലൊക്കെ ഉള്ളത് ഡയഗ്രഡ് സിസ്റ്റം ആണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി 44th ക്വസ്റ്റ്യൻ, മൂവിങ് ഫോം വർക്ക് ഇസ് കോൾഡ്. ബി കറക്റ്റ് ആൻസർ ആണ്. സ്ലിപ്പ് ഫോം എന്നാണ്. നമ്മൾ സ്ലിപ്പ് ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാക്ക് വെച്ചിട്ട് നമുക്ക് അപ്പോൾ ഓരോ ലെവലിൽ കൂടുന്തോറും നമ്മൾക്ക് അതിലേക്ക് കോൺക്രീറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് പോർ ചെയ്തിട്ട് അങ്ങനെ ഒരു മെത്തേഡാണ്, ഫോം വർക്ക് ആണ്. അപ്പം ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി 45th വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ. അപ്പം 4 ഓപ്ഷൻ ഉണ്ട്. ഇൻക്രീസിങ് ട്രൈക്കാൽസ്യം സിലിക്കേറ്റ് ആൻഡ് ട്രൈക്കാൽസ്യം അലുമിനേറ്റ് contribute to high early strength. അപ്പോൾ C3S C3A ആണ് ഹൈ early strength, അത് കറക്റ്റ് ആണ്. അപ്പം നോട്ട് ട്രൂ അല്ല. ഇനി ബി ഓപ്ഷൻ, ഇൻക്രീസിങ് ദ ഫൈനസ് ഓഫ് സിമെന്റ് റിസൾട്ട് ഇൻ ഹൈ കംപ്രസീവ് സ്ട്രെങ്ത്, അതും കറക്റ്റ് ആണ്. ഇൻക്രീസിങ് ഡൈക്കാൽസ്യം സിലിക്കേറ്റ് റിട്ടാർഡ്സ് ഏർലി ഡെവലപ്മെന്റ് ഓഫ് സ്ട്രെങ്ത്. അപ്പം ഡൈക്കാൽസ്യം സിലിക്കേറ്റ് എന്ന് പറയുന്നത് ലേറ്റ് സ്ട്രെങ്ത്തിനാണ്. അപ്പം റിട്ടാർഡ്സ് ഏർലി ഡെവലപ്മെന്റ് ഓഫ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് അത് ശരിയാണ്, അത് റിട്ടാർഡ് ചെയ്യും ഏർലി ഡെവലപ്മെന്റ്. അത് ലേറ്റ് ഡെവലപ്മെന്റ് ഓഫ് സ്ട്രെങ്ത്തിനാണ് ഡൈക്കാൽസ്യം സിലിക്കേറ്റ് ഉള്ളത്. അപ്പം ഡി ഓപ്ഷൻ, ഇൻക്രീസിങ് ഡൈക്കാൽസ്യം സിലിക്കേറ്റ് ജനറേറ്റ് മോർ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ. ഡൈക്കാൽസ്യം സിലിക്കേറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ലേറ്റ് സ്ട്രെങ്ത്തും ആണ് കിട്ടുക, അതേമാതിരി തന്നെ ലെസ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ആണ്. അപ്പം ഡി റോങ് ആണ്. അപ്പം ഡി ആണ് കറക്റ്റ് ആൻസർ ഇതിൽ, വിച്ച് ഇസ് നോട്ട് ട്രൂ. അതാണോ ചോദിക്കുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ. അത് ഡി ആണ് കറക്റ്റ്. ഇനി 46th വൺ, ഫെയിലിയർ ഓഫ് എ കോമ്പണന്റ് or a structure due to several cycles of repeated load, അത് fatigue failure ആണ്. എ ആണ് കറക്റ്റ് ആൻസർ. ഇനി 47th വൺ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് കോമ്പിനേഷൻ. സോഫ്റ്റ് സ്റ്റോറി എന്ന് പറയുന്നത് ഈ വൾണറബിൾ ടു എർത്ത് ക്വേക്ക് ആണ്. പിന്നെ ഷിയർ വാൾ എന്ന് പറയുന്നത് ലാറ്ററൽ റോഡ് റെസിസ്റ്റിംഗ് യൂണിറ്റ് ആണ്. പിന്നെ ജാക്കറ്റിംഗ് എന്ന് പറയുന്നത് റെട്രോഫിറ്റിംഗിന്റെ ഒരു ടെക്നിക്കാണ്. പിന്നെ ട്രാൻസ്ഫർ ഗർഡർ എന്ന് പറയുന്നത് പ്രൊവൈഡ്സ് ലാർജ് കോളം ഫ്രീ സ്പേസ് ഇൻ ദ ലോവർ സ്റ്റോറി. അപ്പം സി ആണ് കറക്റ്റ് ആൻസർ, ഇതൊക്കെ യോജിപ്പിച്ചിട്ടുള്ളത്. പിന്നെ 48th വന്ന് പറയുന്നത്, ദ എക്സ്റ്റെന്റ് ഓഫ് ടൈം ബൈ വിച്ച് ദ സ്റ്റാർട്ട് ഓഫ് ആൻ ആക്ടിവിറ്റി മേ ബി ഡിലൈഡ് വിത്തൗട്ട് ഇന്റർഫിയറിംഗ് ദ സ്റ്റാർട്ട് ഓഫ് ദ സക്സീഡിംഗ് ആക്ടിവിറ്റി ഈസ് കോൾഡ്. ഒരു ആക്ടിവിറ്റി നമുക്ക് ഡിലേ ചെയ്യാൻ പറ്റുന്ന എക്സ്റ്റെന്റ്, മറ്റേ അടുത്ത വരുന്ന ആക്ടിവിറ്റീനെ ഇന്റർഫിയർ ചെയ്യാതെ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഫ്രീ ഫ്ലോട്ട് ആണ്. സി ആണ് കറക്റ്റ് ആൻസർ.
ഇനി അടുത്തത് 49th വൺ വിച്ച് ഇസ് നോട്ട് ട്രൂ. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇതേപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ ഇറിഗേഷനിലും കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പെർസെൻറ്റേജ്, ഒരു വാല്യൂ ഓഫ് ദ ഒരു ചോദ്യമില്ലേ, എന്താ പ്രോപ്പർട്ടി ഫെച്ചസ്, ഇതുപോലത്തെ ഒരു ഏകദേശം ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യനും ഇറിഗേഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു പാറ്റേൺ ഒക്കെ സെയിം ആണെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇവിടെ വരെയാണ്. വിച്ച് ഇസ് നോട്ട് ട്രൂ. അപ്പൊ പേർട്ടിൻ്റെതാണ്. അപ്പൊ പേർട്ട് എന്ന് പറയുന്നത് PERT, ഞാനിങ്ങനെ ഓർത്ത് വെക്കാറ്, സ്റ്റാൻഡ്സ് ഫോർ ഇവന്റ് ഓറിയന്റഡ്. അപ്പം CPM എന്തായിരിക്കും? ആക്ടിവിറ്റി ഓറിയന്റഡ്. രണ്ട് രീതിയിലാണ് ഓറിയന്റ് ചെയ്യേണ്ടത്, ഇവന്റും ആക്ടിവിറ്റിയും വെച്ചിട്ട്. അപ്പൊ പേർട്ടിന്റെ വെച്ചിട്ട് ഇവന്റ് ഓർത്ത് വെക്കുക, അപ്പൊ ബാക്കി മറ്റത് ആക്ടിവിറ്റി ആയിരിക്കും. അപ്പം വിച്ച് ഇസ് നോട്ട് ട്രൂ, പേർട്ട് ഇസ് ആക്ടിവിറ്റി ഓറിയന്റഡ്. B ആണ് കറക്റ്റ് ആൻസർ. ആൻഡ് 50th one, choose the correct statement. ഇപ്പൊ the amount deposited by the contractor while submitting the tender is called security deposit. അപ്പം ടെൻഡർ സബ്മിറ്റ് ചെയ്യുമ്പോൾ കോൺട്രാക്ടർ ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഒരു ഡെപ്പോസിറ്റ് ആണ് ഇടുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആ കോൺട്രാക്ടർക്ക് ആ ടെൻഡർ കിട്ടുകയാണെങ്കിൽ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അയാൾ ഇടും. എന്നിട്ട് ഇപ്പൊ നമ്മൾ ആ ടെൻഡർ വിളിച്ച ഒരാൾക്ക് ആ ടെൻഡർ അയാൾ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ EMD ഉണ്ടല്ലോ, ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ക്ലയന്റിന് എടുത്തു മാറ്റാം, ഫോർഫീറ്റ് ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ പോകുന്നത്. അപ്പം കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, if the lowest quoted contractor refuses to take up the work, his EMD will be forfeited by the client. അതാണ് C ആണ് കറക്റ്റ് ആൻസർ. എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് EMD ആണ്. അപ്പൊ ഇത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അല്ല. പിന്നെ earnest money deposit has to be deposited only by the contractor whose tender is accepted by the client. അങ്ങനെയല്ല, EMD ആദ്യം എല്ലാവരും അടയ്ക്കുന്നുണ്ട്. പിന്നെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഈസ് റിഫണ്ടഡ് ടു ദ കോൺട്രാക്ടർ സൂൺ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ പ്രൊജക്ട്. അതും അല്ല. ഇനി അടുത്തത് 51st question. Which treatment process is carried out after filtration of water? Water filter ചെയ്ത് കഴിഞ്ഞാൽ അതിനെ disinfect ചെയ്യും. അപ്പോൾ B ആണ് correct answer. ഇനി 52nd question. Population forecasting method best suited when the growth rate is having decreasing trend and city is heading towards saturation. അപ്പോൾ പേരിൽ തന്നെ ഉണ്ട് ഡിക്രീസ് ചെയ്യാണ് ട്രെൻഡ്, but decreasing rate of growth. D ആണ് correct answer. Any maximum detention period of a clarified used in water treatment is? 53rd question. അതിന്റെ ആൻസർ 3 hours ആണ്. മാക്സിമം ഡിറ്റൻഷൻ പീരീഡ് 3 hours ആണ്. ഇനി 54th question. The characteristic feature of a centrifugal pump is dash flow. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്ലോ ആയിരിക്കും. C ആണ് കറക്റ്റ് ആൻസർ. 55th question. Which of the gases not produced in a sieve? H2S-ഉം മീത്തേനും കാർബൺ ഡയോക്സൈഡും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. HCl ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യാത്തത്. 56th question. The design period for the design of water supply project is generally taken as 20 to 30 years ആണ്. B ആണ് correct answer. ഇനി 57th question. The appurtenance which provide assist for inspection and permits cleaning of sewer line is known as manhole ആണ്. ഇത് എപ്പോഴും കണ്ടുവരുന്ന ഒരു ചോദ്യമാണ്. A ആണ് correct answer. 58th question. Mention the last stage in sludge treatment process. Drying ആണ്. sludge treatment processന്റെ last stage. ഇനി 59th question. The organic load in an activated sludge plant is defined as mass of BOD per day per volume of the aeration tank. B ആണ് correct answer. ഇനി 60th question. The Air Prevention and Control of Pollution Act was enacted in the year 1981. D ആണ് correct answer. ഇനി 61st question. The maximum area of tension reinforcement in concrete beams shall not exceed 4% ആണ് correct answer. C ആണ്. ഇനി 62nd question. Cantilever retaining walls can safely be used for height not more than 6 ആണ്. C ആണ് correct answer. ഇനി 63rd question. Prisler's laws due to friction occurs only in post-tensioned beams ആണ്. A ആണ് correct answer. 64th question. To ensure uniform pressure distribution, the thickness of the foundation is. അപ്പം അറ്റത്തേക്ക് ഡിക്രീസ് ചെയ്യാൻ പറ്റും തിക്നെസ് ഓഫ് ദ ഫൗണ്ടേഷൻ, യൂണിഫോം പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ കിട്ടണമെങ്കിൽ. അപ്പം C ആണ് കറക്റ്റ് ആൻസർ. ഡിക്രീസ്ഡ് ഗ്രാജുവലി ടുവേർഡ്സ് ദ എഡ്ജ്. ഇനി 65th question. The minimum clear cover for RCC column shall be. അപ്പം കോഡിലുള്ളതാണ് ഗ്രേറ്റർ ഓഫ് 40 mm or diameter of bar. ഇനി അടുത്ത 66th question. In a simply supported slab, alternate bars are curtailed at. C ആണ് correct answer. 1/7 of the span. The 67th question. The pitch of main bars in simply supported slab should not exceed its effective depth by. A ആണ് correct answer. 3 times.
ഇനി 68th ക്വസ്റ്റ്യൻ സ്പേസിംഗ് ഓഫ് സ്റ്റിറപ്സ് ഇൻ എ റെക്ടാങ്കുലർ ബീം ഇസ്. അപ്പൊ ഇതിൽ എന്താണ് ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെക്ടാങ്കുലർ ബീം വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ സ്പേസിംഗ് കൂടുതലായിരിക്കും, ഇവിടെ സ്പേസിംഗ് കുറവ് കൊടുത്താൽ മതി. കാരണം ഇത് സപ്പോർട്ടിലാണ് ഷിയർ കൂടുതൽ ഉണ്ടാവുക. അപ്പം സ്പേസിംഗ് ഇവിടെ ഏരിയ സ്പേസ് ഈ ഒരു സ്റ്റിറപ്സിന്റെ കുറവ് മതി. അപ്പൊ എന്താണ് സ്പേസിംഗ് കൂടണം. അപ്പൊ ഏരിയയും സ്പേസിംഗും കൺഫ്യൂഷൻ ആവരുത്. സ്പേസിംഗ് എന്താവണം, സെന്ററിലേക്ക് വരുമ്പോൾ സ്പേസിംഗ് ഇൻക്രീസസ് ആണ്. അപ്പൊ ഇൻക്രീസ്ഡ് അറ്റ് ദ സെന്റർ ഓഫ് ദ ബീം. അപ്പം ഇനി 69th ക്വസ്റ്റ്യൻ columns may be made of plain concrete if their unsupported length does not exceed their least lateral dimensions by 3 times. B ആണ് correct answer. Any 17th question, the maximum ratio span to depth of a slab simply supported and spanning in one direction. One direction ആണെങ്കിൽ 30 ആണ്, two direction ആണെങ്കിൽ 35 ആണ്. അപ്പം 35 ആണ്. ഓക്കെ, അപ്പൊ സി ആണ് കറക്റ്റ് ആൻസർ ഇവിടെ. ഇനി 71st ക്വസ്റ്റ്യൻ, കംപ്രഷൻ ഫെയിലിയർ ഓഫ് സിംപ്ലി സപ്പോർട്ടഡ് ബീം ഒക്കർ ഇൻ. അപ്പം അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, കാരണം ഒരു ഡക്റ്റൈൽ ഫെയിലിയർ വരും. അപ്പൊ ഓവർ റീഇൻഫോഴ്സ്ഡ് വരുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്രഷൻ ഫെയിലിയർ ആണ് വരിക. അപ്പം ബി ആണ് കറക്റ്റ് ആൻസർ, ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ. ഇനി 72nd question, limit state of serviceability for deflection including the effect due to creep, shrinkage and temperature occurring after erection of partition and application of finishes as applicable to floor and roofs is restricted to. After erection എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം സ്പാൻ ബൈ 350 ആണ്. പക്ഷെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു എന്താ പറയുക, ഇറക്റ്റ് ഒന്നും ചെയ്യാതെ എല്ലാം ഫിനിഷിങ് എല്ലാം കഴിയുന്നതിന് മുന്നേ ഉള്ളത് സ്പാൻ ബൈ 250 ആണ്. അപ്പൊ ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ ആഫ്റ്റർ ഇറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ശ്രദ്ധിക്കണം. ആഫ്റ്റർ ഇറക്ഷൻ ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ഫിനിഷസ്, അതാണ് സ്പാൻ ബൈ 350. അപ്പൊ ഡിഫ്ലക്ഷൻ കുറയണം, കാരണം എല്ലാ പണിയും കഴിഞ്ഞല്ലോ. ഇനി അടുത്തത് 73rd question, according to IS 256-2000, maximum spacing of shear reinforcement for concrete beam in no case shall not exceed 300 mm ആണ്. B ആണ് correct answer. 74th question, in the heel slab of a cantilever retaining wall, the main reinforcement is provided at. അപ്പോൾ ഇങ്ങനെ റിട്ടൈനിങ് വാളിന്റെ സ്ഥലത്ത് ഇവിടെ നമ്മൾ ഇങ്ങനെ എർത്ത് റിട്ടൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഹീൽ എടുക്കുകയാണെങ്കിൽ ഹീലിന്റെ മുകളിൽ എന്തായിരിക്കും, ഇവിടെ ഇങ്ങനെ ടെൻഷൻ ആണ് വരിക. അപ്പൊ ഇവിടെ മുകളിലാണ് ടെൻഷൻ വരിക. അപ്പൊ സ്റ്റീൽ എവിടെയാണ് കൊടുക്കേണ്ടത്, ടോപ്പ് ഓഫ് സ്ലാബിലാണ്. അപ്പം ബി ആണ് കറക്റ്റ് ആൻസർ. 75th question, the shrinkage in a concrete slab causes tension cracks. അപ്പം കോൺക്രീറ്റ് സ്ലാബ് ഷ്രിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ടെൻഷൻ ക്രാക്സ് ആണ്. ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി 76th question, in a reinforced concrete retaining wall, a shear key is provided if the. അപ്പോൾ റിട്ടൈനിങ് വാളിന്റെ സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ ഒരു കീ കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഇവിടെ നമ്മൾക്ക് സോയിൽ ഉണ്ടെന്ന് വെച്ചോ. അപ്പൊ ഈ ഒരു ലെവൽ സോയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ സ്ലൈഡ് ചെയ്ത് പോവാതിരിക്കാനാണ്. ഈ സാധനം സ്ലൈഡ് ചെയ്ത് പോകാതിരിക്കാൻ ഇങ്ങനെ ഒരു കീ പോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സ്ലൈഡ് ചെയ്യില്ല. അപ്പം നോട്ട് സേഫ് അഗെയിൻസ്റ്റ് സ്ലൈഡിങ് ആണെങ്കിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ സി ആണ് കറക്റ്റ് ആൻസർ. റിട്ടൈനിങ് വാൾ ഇസ് നോട്ട് സേഫ് അഗെയിൻസ്റ്റ് സ്ലൈഡിങ്. ഇനി 77th question, the actual thickness of butt weld as compared to thickness of plate is usually. അപ്പം ഇത് ബട്ട് വെൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വെൽഡ് കൊടുക്കുകയാണ്. ഇങ്ങനെ രണ്ട് പീസ് നമ്മൾ വെൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ വെൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബട്ട് വെൽഡ് കൊടുക്കുമ്പോൾ കുറച്ചൊരു പ്രൊജക്ഷൻസ് ഉണ്ടാവും. അപ്പൊ ആക്ച്വൽ തിക്നെസ് എന്ന് പറയുന്നത് മോർ ആയിരിക്കും. അപ്പൊ ഈ ആണ് കറക്റ്റ് ആൻസർ. ഇനി 78th question, which one of these defects in timber is due to natural forces? ഇത് ഞാൻ എടുത്തൊരു പോർഷൻ ആണ്. അപ്പം കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ നോട്ടാണ്. നോട്ട് എന്ന് പറയുന്നത് നമ്മൾ ടിമ്പർ മുറിച്ചൊരു ബ്രാഞ്ച് ഒക്കെ നമ്മൾ മുറിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇങ്ങനെ ഒരു സെക്ഷനിൽ ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ടായിരുന്ന മുറിച്ചു മാറ്റുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു നോട്ട് പോലെ ഇങ്ങനെ ഒരു ഡിഫക്റ്റ് പോലെ കാണാം. അതാണ് നോട്ട് എന്ന് പറയുന്നത്. അപ്പം എ ആണ് കറക്റ്റ് ആൻസർ. ഇനി 80th question, for cylindrical tanks fixed at the base, bending moment and hoop tension are developed. A ആണ് correct answer. And 81st question, according to IS classification, soils more than half the coarse fraction which is larger than 75 micron ISC when smaller than 4.75 mm ISC is designated as which of the following? അപ്പം കൂടുതലും 75 മൈക്രോണിൽ കൂടുതലാണ്, 4.75 mm കുറവുമാണ്. അപ്പൊ 75 മൈക്രോൺ to 4.75 ഇതും കഴിഞ്ഞ ക്ലാസ്സിൽ ജിയോ ടെക്നിക്കൽ ക്ലാസ്സിൽ
ഈ വീഡിയോയുടെ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ എടുത്ത പോർഷനാണ്. അപ്പോൾ 2 ക്വസ്റ്റ്യൻ അതേ ഒരു പോർഷനിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അത് എന്തായാലും കണ്ടു നോക്കുക, ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണത്. അപ്പം ഈ ഒരു റേഞ്ചിലുള്ളത് ഏതാണ്? സാൻഡ് ആണ്. ബി ആണ് കറക്റ്റ് ആൻസർ. 82nd question. According to Darcy's laws, which of the following is defined as the average velocity of flow that will occur through the total cross-sectional area of soil under unit hydraulic gradient? അപ്പോൾ ഈ ഫ്ലോ എന്ന് പറയുന്നത്, ഇവിടെ പറയുന്ന ഫ്ലോ എന്ന് പറയുന്നത് ഡിസ്ചാർജിനാണ്. Q is equal to KIA എന്നാണ്. I എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് ബൈ എൽ ആണ്, ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ആണ്. A എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ. അപ്പം K ആണ് ഇവിടെ coefficient of permeability. ഒന്നുകൂടി ഇനി നോക്കി നോക്കുക. Darcy's law. According to Darcy's law, which of the following is defined as the average velocity? ഈ average velocity of flow എന്ന് പറയുന്നത് discharge ആണ്. That will occur through a total cross-sectional area of soil under unit hydraulic gradient. അപ്പം Q by IA. അത് K ആണ്. Coefficient of permeability. E ആണ് correct answer. 83rd question. In which of the following conditions a clay is said to be pre-consolidated? ഒരു ക്ലേ പ്രീ കൺസോളിഡേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നേ കൺസോളിഡേറ്റ് ആയിട്ടുണ്ട്, മുന്നേ അതിനൊരു പ്രഷർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള ഓവർബർഡൻ പ്രഷറിലും കൂടുതലായിട്ടുള്ളൊരു പ്രഷറും മുന്നേ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന് പ്രീ കൺസോളിഡേറ്റഡ് എന്ന് പറയുന്നത്. അപ്പം ഡി ആണ് കറക്റ്റ് ആൻസർ. ഇഫ് ഇറ്റ് ഇസ് സബ്ജക്റ്റഡ് ടു എ പ്രഷർ ഇൻ എക്സസ് ഓഫ് ഇറ്റ്സ് പ്രസൻറ്റ് ഓവർബർഡൻ പ്രഷർ. Any 84th question. Which of the following is the circle corresponding to minimum factor of safety against sliding in case of Swedish circle method for stability analysis? ഈ സ്വീഡിഷ് സർക്കിൾ മെത്തേഡിൽ നമ്മൾ എല്ലാ ടൈപ്പ് ഓഫ് ഇതിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇതൊരു ഇമ്പോർട്ടൻ്റ്. എല്ലാ ടൈപ്പ് ഓഫ് സോയിൽ സ്പേസ്മെൻറ്റും നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പം സി ആണ് കറക്റ്റ് ആൻസർ. ക്രിട്ടിക്കൽ സ്ലിപ്പ് ഫോം എന്നാണ്. ഇനി അടുത്തത് 85th question. Which among the following assumptions is not correct according to Rankine's theory for active earth pressure behind a retaining wall? അപ്പോൾ അതിൽ നോട്ട് കറക്റ്റ് ഏതാണെന്നാണ്. അപ്പോൾ സോയിൽ സെമി ഇൻഫൈനൈറ്റ് ഹോമോജീനിയസ് ഡ്രൈ കൊഹേഷൻലെസ് ഒക്കെയാണ്. ഗ്രൗണ്ട് സർഫസ് പ്ലെയിൻ ആണ്. പിന്നെ വാൾ yields about the base and thus satisfies the deformation condition for plastic equilibrium. അതൊക്കെ കറക്റ്റാണ്. ഷിയറിംഗ് സ്ട്രെസ് ബിറ്റ്വീൻ ദ വാൾ ആൻഡ് സോയിൽ ഇസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. അത് റോങ് ആണ്. അപ്പം സി ആണ് കറക്റ്റ് ആൻസർ. 86th question. Which among the following is called net safe bearing capacity? അപ്പോൾ നെറ്റ് അൾട്ടിമേറ്റ് ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ്. ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി 87th question. Which procedure is used for getting undisturbed sample of soil? അപ്പം 4 മെത്തേഡിൽ ചങ്ക് സാമ്പിളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡാണ്. ഒരു ഓപ്പൺ സിലിണ്ടർ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഈ ആണ് കറക്റ്റ് ആൻസർ. ഇനി 88th question. വാട്ട് ഈസ് ദ കോസ് ഓഫ് നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ? അപ്പോൾ ഒരു പൈൽ നമ്മളിങ്ങനെ അടിച്ചിറക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പോയിൻറ്റ് റെസിസ്റ്റൻസ് ടിപ്പിലുണ്ടാവും. പിന്നെ ഇവിടെ ഒരു സ്റ്റിഫായിട്ടുള്ള സോയിലാണെങ്കിൽ അതിന് ഇങ്ങനെ ഒരു മുകളിലോട്ടേക്കുള്ളൊരു റെസിസ്റ്റൻസ് അത് ഓഫർ ചെയ്യും. പക്ഷേ ഇവിടെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു സോയിൽ ലെയറാണ് എങ്കിൽ ഇതിന് റിലേറ്റീവായിട്ട് ഇത് താഴോട്ട് പോകുന്നതിലും സ്പീഡിൽ ഈ സോഫ്റ്റ് സോയിൽ താഴോട്ട് പോകും. അപ്പം ഇതിന് കാരണം ഒരു ഡ്രാഗ് ഫോഴ്സ് ഇതിൻ്റെ മുകളിലുണ്ടാവും. അപ്പോൾ എക്സസ് ആയിട്ടൊരു ഫോഴ്സ് വരികയാണ് ചെയ്യുന്നത്. അപ്പം അതാണ് നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷന് കാരണമാവുന്നത്. അപ്പം ഡൗൺവേർഡ് മൂവ്മെൻറ്റ് ഓഫ് സറൗണ്ടിങ് കംപ്രസിബിൾ സോയിൽ. ഡി ആണ് കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ ഫീൽഡ് ടെസ്റ്റ്? അപ്പം 4 ഉണ്ട്. ഇതിൽ വെയിൻ ഷിയർ ടെസ്റ്റ് എന്ന് പറയുന്നത് സോഫ്റ്റ് ക്ലേയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ്. ഇതാണ് ഒരു ഫീൽഡ് ടെസ്റ്റായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. ഇനി 90th question. വാട്ട് ഫോർ എ പ്രോക്ടർ നീഡൽ ഈസ് യൂസ്ഡ്? അപ്പോൾ വാട്ടർ കണ്ടൻറ്റിന് ഡിറ്റർമിൻ ചെയ്യാനാണ്. ടു ഡിറ്റർമിൻ ദ വാട്ടർ കണ്ടൻറ്റ് അറ്റ് വിച്ച് സോയിൽ ഇസ് കോമ്പാക്റ്റഡ്. ഈ ആണ് കറക്റ്റ് ആൻസർ. ദ മിനിമം കോഎഫിഷ്യൻറ്റ് ഓഫ് ലാറ്ററൽ ഫ്രിക്ഷൻ ഫോർ എ ഹൈവേ ഇസ്. അപ്പോൾ ഈ ലാറ്ററൽ എന്ന് പറയുന്ന വാക്ക് ആലോചിക്കണം. അതുകൊണ്ട് 0.15 ആണ്. 0.35 0.4 ഒന്നും എഴുതിയേക്കരുത്. 0.15 ആണ്. ബിക്കോസ് ദിസ് ഇസ് ലാറ്ററൽ. ഇനി 92nd question ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. 93rd question. ട്രാഫിക് ഡെൻസിറ്റി ഇസ്. ട്രാഫിക് ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രമാത്രം വെഹിക്കിൾസ് ഒരു യൂണിറ്റ് ലെങ്ത് ഓഫ് റോഡിൽ ആ ഇൻസ്റ്റൻസിൽ ഉണ്ട് എന്നുള്ളതാണ്. ട്രാഫിക് ഡെൻസ് ആണെന്ന് പറയില്ലേ? അപ്പം ഡെൻസ് ആണെന്ന് പറഞ്ഞാൽ ട്രാഫിക് നമ്പർ ഒരു പെർട്ടിക്കുലർ ലെങ്ത്തിൽ ഒരു ഇൻസ്റ്റൻറ്റിൽ കൂടുതലാണ്. അപ്പം നമ്പർ ഓഫ് വെഹിക്കിൾസ് ഒക്യുപ്പൈഡ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് റോഡ് അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ്. അതാണ് ട്രാഫിക് ഡെൻസിറ്റി. കെ വെച്ചിട്ട് അതിനെ റെപ്രസെൻറ്റ് ചെയ്യും. വെഹിക്കിൾ പെർ കിലോമീറ്റർ ആണത്. ഇനി അടുത്തത് 94th question. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്പീഡ് ആൻഡ് ഡെൻസിറ്റി ഇസ്. ഫ്ലോ എന്ന് പറയുന്നത് ക്യൂ ആണ്. വെഹിക്കിൾ പെർ ഹവർ ദാറ്റ് ഈസ് ഈക്വൽ ടു കെ വി ആണ്. കെ എന്ന് പറയുന്നത് ഡെൻസിറ്റി, വി എന്ന് പറയുന്നത് സ്പീഡാണ്. അപ്പം കെയും വിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ കെ കൂടുമ്പോൾ വി കുറയും. അപ്പോൾ ലീനിയർ റിലേഷൻഷിപ്പാണിത്. ഇങ്ങനെ കാണുന്ന റിലേഷൻഷിപ്പാണ് കെയും വിയും തമ്മിലുള്ളത്. കെ കൂടുന്ന സമയത്ത്
വി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം എ ആണ് ലീനിയർ റിലേഷൻഷിപ്പാണ്. ഇനി 95th question. FAA recommends that the runway length after having been corrected for elevation and temperature should be further increased at a rate of dash for every 1% of effective gradient. B ആണ് കറക്റ്റ് ആൻസർ 20%. ഇനി സ്ലീപ്പർ ഡെൻസിറ്റി ഇസ്, സ്ലീപ്പർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മറ്റേ സ്ലീപ്പർ എത്രമാത്രം റെയിൽ ലെങ്ത്തിലുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് പെർ റെയിൽ ലെങ്ത്, ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി 97th question. നെഗറ്റീവ് സൂപ്പർ എലിവേഷൻ ഇൻ റെയിൽവേസ് അറൈസസ് ഇൻ കേസ് ഓഫ്. ഇങ്ങനെ ഒരു മെയിനായിട്ടൊരു റെയിൽവേ ലൈന് പോവുകയാണ്. ഇതിൽ ABCD എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്. അതിന് ഒരു ബ്രാഞ്ചായിട്ട് വേറൊരു AECF എന്ന് പറയുന്നൊരു പോർഷൻ പോകുന്നുണ്ട്. അത് പക്ഷേ ഫ്ലെക്ചർ, അതായത് ഇത് ഒരു ഡയറക്ഷനിൽ ഇങ്ങനെയാണ് കർവേച്ചർ എങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കർവേച്ചറാണ്. അപ്പം കർവേച്ചർ വരുമ്പം ആക്ച്വലി ഈ ABCD ഈ ഒരു മെയിൻ റെയിൽവേയിൽ AB എന്ന് പറയുന്ന ഈ ഒരു റെയിൽ പൊന്തി നിൽക്കണം, CD താഴ്ന്നു നിൽക്കണം. EFCF എന്ന് പറയുന്ന ഈ ബ്രാഞ്ച് റെയിൽവേയിലുണ്ടല്ലോ, റെയിൽവേ ലൈനിൽ CF എന്ന് പറയുന്ന ലൈനായിരിക്കണം പൊന്തി നിൽക്കേണ്ടത് സൂപ്പർ എലിവേഷന്. അപ്പം നമുക്ക് C എന്ന് പറയുന്ന പോയിൻ്റ് ഇവിടെ ഒരു നെഗറ്റീവ് സൂപ്പർ എലിവേഷൻ്റെ പോയിൻ്റാണ്. കാരണം ആക്ച്വലി CD എന്ന് പറയുന്ന പോയിൻ്റ് താഴ്ന്നിട്ടും AB എന്ന് പറയുന്ന പോയിൻ്റ് പൊന്തിയിട്ടുമാണ് വേണ്ടത്. പക്ഷേ AECF എന്ന് പറയുന്ന ഈ ബ്രാഞ്ചിൽ CF പൊന്തിയിട്ടാണ് വരേണ്ടത്. അപ്പോൾ C എന്ന് പറയുന്ന പോയിന്റിൽ ഒരു നെഗറ്റീവ് സൂപ്പർ എലിവേഷനാണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ജനറേറ്റ് ചെയ്യുന്നത്? കോൺട്രറി ഫ്ലെക്ചർ കാരണം, അതായത് ഫ്ലെക്ചറിലുള്ള ചേഞ്ച് കാരണം. അതായത് ഒരു കർവേച്ചർ, ഒരു കോൺവെക്സ് ആണെങ്കിൽ മറ്റേത് കോൺകേവ് ആയിരിക്കും, അത് കാരണം. D ആണ് കറക്റ്റ് ആണ്. ഇനി 98th question. Structure constructed in tunneling operations in advance of the main drivage along its alignment to gain information about the ground is called. അപ്പോൾ ടണലിംഗ് ഓപ്പറേഷനിൽ ഒരു ചെറിയ ടണൽ, നമ്മളൊരു ഷാഫ്റ്റ് പോലെ ഒരു ചെറിയ ടണൽ പോലെ നമ്മളത് ഉണ്ടാക്കും. ആദ്യമേ നമ്മൾ ചെയ്യുന്ന ഡ്രൈവേജിൻ്റെ മുന്നേ ആദ്യമേ തന്നെ അത് നമ്മൾ ഇൻഫോർമേഷൻ, ഗ്രൗണ്ടിൻ്റെ ഇൻഫോർമേഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതിന് ആ ടണലിനെ പറയുന്ന പേര്, ആ ഒരു സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് പൈലറ്റ് ടണലിന്. D ആണ് കറക്റ്റ് ആൻസർ. ഇനി 99th question. Systems used to prevent damage to ships and berthing structures in the mooring processes. ഫെൻഡേഴ്സ് ആണത്. B ആണ് കറക്റ്റ് ആൻസർ. ഇനി 100th question. Urbanization model proposed by E.W. Burgess is, C ആണ് കറക്റ്റ് ആൻസർ, കോൺസെൻട്രിക് സോൺ മോഡൽ. അപ്പോൾ അത്രയാണുള്ളത്. 100 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ പറയാവുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് സെക്ഷൻ നോക്കുക. എന്തെങ്കിലും എനിക്കിതിൽ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഈ ഒരു വീഡിയോ സീരീസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.